നിയമസഭാ തെരഞ്ഞെടുപ്പായാലും തെരഞ്ഞെടുപ്പിന്റെ സർവേ ഫലങ്ങൾ പലപ്പോഴും ആകാംക്ഷയോടെയാണ് ജനങ്ങളെല്ലാവരും കേൾക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ബിജെപി സീറ്റുകൾ നേടും എന്ന് പ്രവചിച്ച് എക്കണോമിക്സ് ടൈംസ് സർവേ പുറത്തുവന്നിരിക്കുകയാണ്. കാൽ നൂറ്റാണ്ട് പിന്നിട്ട് എൻഡിഎ സഖ്യം കാലത്തെ അതിജീവിച്ച മുന്നണിയാണ്. എൻ എന്നാൽ ന്യൂ ഇന്ത്യ, ഡി എന്നാൽ ഡെവലപ്മെന്റ്, എ എന്നാൽ ആസ്പിറേഷൻ. മൂന്നാം എൻഡിഎ സർക്കാരിന്റെ കാലത്ത് ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായി മാറാൻ ഒരുങ്ങുകയാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി നയിക്കുന്ന എൻഡിഎ സഖ്യം അധികാരം നിലനിർത്തുമെന്ന് എക്കണോമിക്സ് ടൈംസ് സർവേ. എൻഡിഎ 319 മുതൽ 339 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചനം. ബിജെപി ഒറ്റയ്ക്ക് 308 മുതൽ 328 സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു. അതേസമയം എൻഡി മുന്നണി 163 സീറ്റുകൾ നേടുമെന്നാണ് സർവേ പ്രവചനം. കോൺഗ്രസ് ഒറ്റയ്ക്ക് 52 മുതൽ 72 സീറ്റുകൾ സ്വന്തമാക്കി വലിയ തിരിച്ചടി ഏറ്റുവാങ്ങും എന്നാണ് സൂചന. സംസ്ഥാനങ്ങൾ തിരിച്ചാണ് സർവേ സംഘടിപ്പിച്ചത്. ഓരോ സംസ്ഥാനത്തെയും സീറ്റ് നില വിലയിരുത്തിയാണ് സർവേ നടത്തിയിരിക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ കോൺഗ്രസിനാണ് സർവേ മുൻതൂക്കം നൽകുന്നത്. വൈഎസ്ആർ കോൺഗ്രസ് 24 മുതൽ 25 സീറ്റുകൾ നേടുമെന്നാണ് പ്രവചനം. എന്നാൽ കർണാടകയിൽ ബിജെപി തരംഗമാണ് സർവേ പ്രവചിക്കുന്നത്. 20 മുതൽ 22 സീറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനം കൂടിയായിട്ടും 6 മുതൽ 8 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സർവേ പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും ബിജെപി സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചിക്കുന്നു. കേരളത്തിൽ ഇന്ത്യ മുന്നണി 18 മുതൽ 20 സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു. തെലങ്കാനയിൽ എൻഡിഎ 3 മുതൽ 5 വരെയും ബിആർഎസ് 3 മുതൽ 5, ഇന്ത്യ 8 മുതൽ 10 വരെയും സീറ്റുകളും നേടുമെന്ന് സർവേ പറയുന്നു. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ എൻഡിഎ മിന്നും പ്രകടനം കാഴ്ചവെക്കും. മഹാരാഷ്ട്രയിൽ എൻഡിഎ 27 മുതൽ 31 സീറ്റുകളും മധ്യപ്രദേശിൽ 27 മുതൽ 29 സീറ്റുകളും നേടുമെന്നാണ് സർവേ പറയുന്നത്. അതേസമയം ഇന്ത്യ മുന്നണിക്ക് വലിയ തകർച്ചയാകും നേരിടേണ്ടി വരിക. മഹാരാഷ്ട്രയിൽ 16 മുതൽ 20 സീറ്റുകൾ നേടുമെന്നും മധ്യപ്രദേശിൽ 0 മുതൽ 1 സീറ്റിലേക്ക് ചുരുങ്ങുമെന്നാണ് സർവേ പറയുന്നത്. ഛത്തീസ്ഗഡിൽ എൻഡിഎ 10 മുതൽ 11 സീറ്റുകൾ നേടുമ്പോൾ ഇന്ത്യ സഖ്യം 1 സീറ്റിലേക്ക് ചുരുങ്ങും. രാജസ്ഥാനിൽ എൻഡിഎ 24 മുതൽ 25 സീറ്റുകൾ നേടും. ഉത്തർപ്രദേശിൽ എൻഡിഎ 70 മുതൽ 74 സീറ്റുകൾ നേടുമെന്നും സർവേ പ്രവചനം. അതേസമയം ഇന്ത്യ സഖ്യം രാജസ്ഥാനിൽ 0 മുതൽ 1 എന്ന നിലയിലും ഉത്തർപ്രദേശിൽ 4 മുതൽ 8 എന്ന നിലയിലേക്ക് ഒതുങ്ങുമെന്നാണ് സർവേ പറയുന്നത്. ഗോവ, അസം, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലും എൻഡിഎയുടെ തേരോട്ടം തുടരുമെന്നാണ് സർവേ പ്രവചിക്കുന്നത്. എന്നാൽ ഇവിടങ്ങളിൽ കോൺഗ്രസും ഇന്ത്യ സഖ്യവും വലിയ തിരിച്ചടി നേരിടുമെന്നും സർവേ പറയുന്നു. എൻഡിഎ സഖ്യം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എൻഡിഎ എന്നത് അടൽ ബിഹാരി വാജ്പേയിയുടെ പാരമ്പര്യമാണ്. എൽ.കെ. അദ്വാനി, ബാലാസാഹബ് താക്കറെ, പ്രകാശ് സിംഗ് ബാദൽ എന്നിവർ എൻഡിഎ രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. 2014 പൊതു തെരഞ്ഞെടുപ്പിൽ എൻഡിഎ സഖ്യം നേടിയത് 38% വോട്ടുകളാണ്. എന്നാൽ 2019 എത്തിയപ്പോൾ അത് 45% വോട്ടുകളായി ഉയർന്നു. ഇനി 2024 എൻഡിഎ വോട്ടുകൾ 50% കടക്കുമെന്നും അതിന് കാരണം സഖ്യകക്ഷികളുടെ കഠിനാധ്വാനമാണെന്നും നരേന്ദ്രമോദി ചൂണ്ടിക്കാട്ടിയിരുന്നു. എൻഡിഎ തന്നെയാണ് അടുത്ത തവണയും സർക്കാർ ഉണ്ടാക്കി അധികാരത്തിൽ വരിക എന്നത് ലോക നേതാക്കൾക്കെല്ലാം അറിയാം. യുഎസും യുകെയും യുഎഇയും 2024 പൊതു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വളരെ കാര്യമായി സംസാരിക്കുന്നുണ്ട്. അവർക്കെല്ലാം എൻഡിഎ തന്നെ വീണ്ടും അധികാരത്തിൽ വരും എന്ന് അറിയാവുന്നതുകൊണ്ടാണത്. പ്രതിപക്ഷത്തായിരിക്കും എൻഡിഎ അന്നത്തെ സർക്കാരുകളുടെ അഴിമതികളാണ് പുറത്തു കൊണ്ടുവന്നത്. ജനഹിതത്തെ ഒരിക്കലും എൻഡിഎ പരിഹസിച്ചിട്ടില്ല. ഭരിക്കുന്ന സർക്കാരുകൾക്കെതിരെ സഹായം ആവശ്യപ്പെട്ട് വിദേശ ശക്തികളെ സമീപിച്ചിട്ടില്ല. രാജ്യത്തിനുള്ള വികസന പദ്ധതികൾക്ക് തടസ്സം നിൽക്കാനും ശ്രമിച്ചിട്ടില്ല. വീണ്ടും എൻഡിഎ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ രാജ്യം. ന്യൂസ് ഡെസ്ക് കർമാനസ്.